നിമിഷത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരിക്കൽ കൂടി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനചിന്തനത്തിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ തിരുവെഴുത്ത്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ ഒരു മെസ്സേജ്, ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ അവിചാരിതമായി ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു മെസ്സേജ് കേൾക്കുവാൻ വന്ന വ്യക്തിയല്ല താങ്കൾ. ദൈവം അറിയാതെ, ദൈവം തരാതെ, ദൈവം കേൾപ്പിക്കാതെ ദൈവത്തിൻ്റെ വചനം നിന്നിലേക്ക് എത്തത്തില്ല എന്ന വിശ്വാസത്തോടെ ഇരിക്കുന്ന ദൈവപൈതലായ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി ഈ പകൽക്കാലം ദൈവം വലിയ അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിൽ വചനത്തോടു കൂടെ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ഒരുപോലെ വ്യാപരിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അത്യന്ത ശക്തി പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സ്വർഗീയ ദാനം ഇപ്പോൾ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഈ മെസ്സേജ് കേൾക്കുവാൻ നിന്നെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെസ്സേജിനകത്ത് പ്രവേശിപ്പാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വചനം കേൾപ്പാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് ഈ വചനത്തിലൂടെ ദൈവത്തിന് എന്തോ വലിയ പദ്ധതിയുണ്ട്, എന്തോ വലിയൊരു പ്രക്രിയ, എന്തോ വലിയൊരു അത്ഭുതം, എന്തോ വലിയൊരു അടയാളം നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യുവാൻ പോവുകയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്വർഗത്തിലെ ദൈവം എന്നെ നീതിമാനാക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ വിളിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അനേകർക്കില്ലാത്ത ഇന്ന് ഈ ഭൂമിയിൽ 750 കോടി ജനം തിങ്ങിപ്പാർക്കുമ്പോൾ അനേകർക്കില്ലാത്ത സൗഭാഗ്യത്തെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എന്നെ വ്യക്തിപരമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ നീതിമാനെന്ന് പേർ ചാർത്തിയിട്ടുണ്ടെങ്കിൽ, അവരോടായി ഈ ദൂത് പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ, സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകുവാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഈ മരുഭൂയാത്രയിൽ എത്രയെത്ര ശത്രുക്കൾ എന്നെ എതിർപ്പെട്ടാലും അവയൊക്കെ വിജയിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള വിശ്വാസം എൻ്റെ ഉള്ളത്തിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മുഖാന്തരം തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് എൻ്റെ ദൈവം പറയുക, നീ എൻ്റെ നീതിമാനാ, നീ വിശ്വാസത്താലാ ജീവിക്കേണ്ടത്. നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും നിന്റെ ഉള്ളത്തിൽ കത്തുന്നൊരു വിശ്വാസം തരുവാൻ സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി നിന്റെ ഉള്ളത്തിൽ പ്രവേശിച്ച് ഒരു വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം നിന്നെ മുന്നേറ്റി നിർത്തുവാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ കനാൻ ദേശത്തിലേക്ക് ഉറ്റുനോക്കാൻ പോകുന്ന 12 പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. 12 ഗോത്രത്തിൽ നിന്നും ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്തുകൊണ്ട് യോശുവയും കാലേബും ഉൾപ്പെടെയുള്ള ഒരു ടീമിനെ സജ്ജമാക്കിക്കൊണ്ട് മോശ കനാൻ ദേശത്തേക്ക് ഉറ്റുനോക്കുവാൻ വേണ്ടി അവർ വിടുകയാ. തിരിച്ചു വന്നുകൊണ്ട് 10 പേർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിന്റെ 33-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു, ഞങ്ങൾ അവിടെ കണ്ടത് ജനമൊക്കെയും അതികായന്മാരാ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെയും അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ 10 പേരുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കണമേ. 10 പേര് പറയുകയാണ്, ഞങ്ങൾ പോയി, ഞങ്ങൾ ആ ദേശം ഉറ്റുനോക്കി, അവിടെ അതികായന്മാരെ കണ്ടു, അനാഖ്യ മല്ലന്മാരെ കണ്ടു, മല്ലന്മാരുടെ സന്തതിയെ കണ്ടു. എന്നാൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളി എന്ന പോലെ തോന്നി, അവർക്കും തോന്നി എന്ന് 10 പേരുടെ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ 2 പേർ മാത്രം വ്യത്യസ്തമായ ചിന്ത. അതാരൊക്കെയാണ്? യോശുവയും കാലേബുമാണ്. അവരിങ്ങനെ പറഞ്ഞു, ദേശത്തെ ഉറ്റുനോക്കിയാൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചൊറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അതെ, 10 പേരുടെ സ്റ്റേറ്റ്മെന്റ് അവരുടെ മുൻപിൽ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നി എന്ന് പറഞ്ഞെങ്കിൽ, ഇതാ യോശുവയും കാലേബും പറയുക, വിശ്വാസത്താൽ പറയുക, യഹോവ നമ്മോട് കൂടെയുണ്ട്, അവരെ ഭയപ്പെടരുത്. യഹോവ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരും. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നീതിമാനാണോ? യോശുവേ, കാലേബേ, നിങ്ങൾ എന്താ വിശ്വസിച്ചത്? ഒറ്റ കാര്യം ഞങ്ങൾ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? വിശ്വസിച്ച കാര്യം
കാര്യം ഇത്രയേ ഉള്ളൂ, യഹോവ നമ്മോട് കൂടെയുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്ര വലിയ അധികായന്മാരാണെങ്കിലും, എത്ര വലിയ മല്ലന്മാരാണെങ്കിലും, അനാഖ്യ മല്ലന്മാരാണെങ്കിലും, യഹോവ നമ്മോട് കൂടെയുള്ളവൻ അവരെക്കാൾ വലിയവനാണ്, നമ്മുടെ ശത്രുവിനേക്കാൾ വലിയവനാണ്. സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ് എന്ന് വിശ്വസിച്ച യോശുവയും കാലേബും, അവരെ പോലെയുള്ള ഒരു വിശ്വാസം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഉള്ളിൽ ഇപ്പോൾ ദൈവാത്മാവ് പകരപ്പെടുകയാണ്. അത് ശത്രുക്കളെ നോക്കി ഭയപ്പെടരുത്, പ്രതികൂലത്തെ നോക്കി നീ ഭയപ്പെടരുത്, പ്രതിസന്ധിയെ നോക്കി നീ തളർന്നു പോകരുത്. എന്താ കാര്യം? യഹോവ നമ്മോട് കൂടെയുണ്ട്, യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിവിശുദ്ധ വിശ്വാസം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ മരുഭൂയാത്രയിൽ ഞാൻ തളർന്നു പോകുവാനല്ല, ഞാൻ പതറിപ്പോകുവാനല്ല, ഞാൻ മുന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്തുവാനല്ല. എന്റെ ശത്രു എത്ര വലുതാണെങ്കിലും, എന്റെ പ്രതികൂലം എത്ര വലുതാണെങ്കിലും, എന്റെ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, ഒരു അതിവിശുദ്ധ വിശ്വാസം ഇപ്പോൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിന്റെ ഉള്ളത്തിൽ തരുവാൻ പോവുക. എത്ര വലിയ മല്ലന്മാരാണെങ്കിലും, എത്ര അനാഖ്യ മല്ലന്മാരാണെങ്കിലും അവരെ തകർക്കുവാൻ യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന് യോശുവ പറഞ്ഞതുപോലെ, കാലേബ് പറഞ്ഞതുപോലെ, ഇന്ന് പകൽക്കാലം പറയുന്ന ദൈവപൈതലിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള തിരുവെഴുത്ത് ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ചിലത് പ്രാപിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ. നിന്റെ പ്രതികൂലം എന്ന് തന്നെ ആകട്ടെ, അതിന്റെ മേൽ ഇന്ന് പകൽക്കാലം യഹോവ എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു വിശ്വാസം, സർവശക്തനായ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു വിശ്വാസം, സർവജ്ഞാനിയായ ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു വിശ്വാസം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് ദൈവം പറഞ്ഞിരിക്കുക. നീ എന്തിന് ഭയപ്പെടണം? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ചിലത് പ്രാപിക്കുക, വിശ്വാസത്താൽ ചിലത് പ്രാപിക്കുക, വിശ്വാസത്താൽ ചിലത് പ്രാപിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു നടന്നു വരുമ്പോൾ 2 കുരുടന്മാർ പറഞ്ഞു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. പ്രൈസ് ലോർഡ്. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 28-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ കുരുടന്മാരോട് യേശു ചോദിക്കുക, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അവർ പറയുന്ന മറുപടി, ഉവ്വ കർത്താവേ എന്ന് അവർ പറഞ്ഞു. യേശു അതിന് പ്രതിവാദം പറഞ്ഞത്, അവൻ അവരുടെ കണ്ണ് തൊട്ടുകൊണ്ട്, അവൻ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ അവരുടെ കണ്ണ് തുറന്നു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നിങ്ങൾ അറിയേണ്ടതല്ലയോ, നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് എബ്രായ ലേഖന കർത്താവ് ചോദിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം അവൻ അവരുടെ കണ്ണിനെ തൊട്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് വന്നു ഭവിക്കട്ടെ. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. നിന്റെ പ്രതികൂലത്തിന് മുൻപിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് ചോദിക്കുക, നിന്റെ പ്രതികൂലം മാറ്റം ചെയ്യുവാൻ, നിന്റെ പ്രതികൂലം മാറിപ്പോകുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഉവ്വ് കർത്താവേ, നിനക്ക് കഴിയും, എല്ലാറ്റിന്റെയും മീതെ എനിക്ക് വിശ്വാസമുണ്ട്. നസറായനായ യേശു കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന്. എന്റെ പ്രശ്നം എന്തുമാകട്ടെ, ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം, ഒരുപക്ഷെ ആരോഗ്യം സംബന്ധിച്ചായിരിക്കാം, ഒരുപക്ഷെ എന്റെ ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധികളായിരിക്കാം, എങ്കിലും എന്റെ വിശ്വാസം എന്റെ യേശു കർത്താവ് ഒന്ന് തൊട്ടാൽ അവ കുരുടന്മാരുടെ കണ്ണ് തുറന്നതുപോലെ ഇന്ന് പകൽക്കാലം എന്റെ യേശു എന്റെ പ്രതിസന്ധികൾ ഇറങ്ങി വന്നാൽ, എന്റെ വിഷയത്തിന് പരിഹാരം വരുമെന്ന് വിശ്വസിച്ചാൽ, ഇന്ന് പകൽക്കാലം ആ വിശ്വാസം നിന്റെ പ്രതിസന്ധിയെ തച്ചൊടുക്കുവാൻ പോവുകയാണ്. കാറ്റ് പ്രതികൂലമാകാം, വെള്ളത്തിനകത്ത് ആമേൻ തിരമാലകൾ ആഞ്ഞടിച്ചേക്കാം, എങ്കിലും എന്റെ ദൈവം പടകിൽ ഉറങ്ങുന്നുണ്ട്. അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ സമയമായി. നിന്റെ വിശ്വാസത്താൽ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. കുരുടന്മാരുടെ കണ്ണു തുറന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ വിശ്വാസം ഇപ്പോൾ ഈ സന്ദേശത്തിലൂടെ ചിലരുടെ ജീവിതത്തിനകത്തേക്ക് ഇടിച്ചിറങ്ങിക്കൊണ്ട് നിന്റെ
പ്രതികൂലത്തെ തച്ചുടച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാ. ഒരു അസാധാരണ അനോയിച്ചിങ്, അസാധാരണ അഭിഷേകം ഇപ്പോൾ നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ട് ഒരു അതിവിശുദ്ധ വിശ്വാസം നിന്റെ ഉള്ളത്തിൽ അവൻ തന്നുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിൽ ഇപ്പോൾ തന്നെ ആ പ്രതികൂലത്തെ മാറ്റുന്ന വലിയ വിശ്വാസം നിന്റെ ഉള്ളത്തിനകത്ത് ഇപ്പോൾ ആവസിക്കട്ടെ. എബ്രായ ലേഖന കർത്താവ് 10-38 വാക്യത്തിൽ പറഞ്ഞതുപോലെ, എന്നാൽ എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനാ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വിശ്വാസത്താൽ മുന്നേറ്, വിശ്വാസത്താൽ പ്രതിസന്ധിയെ തച്ചെടുക്ക്. എന്റെ ദൈവം എനിക്കായി പ്രവർത്തിക്കും, എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളപ്പോൾ എനിക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല എന്ന് ഇന്ന് നിന്റെ ഉള്ളത്തിൽ നീ നാവ് കൊണ്ട് പറയുന്നുവെങ്കിൽ നിന്റെ പ്രതിസന്ധി ഇപ്പോൾ അത് മാറിപ്പോകും. ഇതാ നിനക്ക് വേണ്ടി പുതുതായി ഞാനൊന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം അത് ഇപ്പോൾ ഉത്ഭവിക്കും. നാളെയല്ല, മറ്റന്നാളല്ല, അത് അടുത്ത ദിവസമല്ല, അടുത്ത മാസമല്ല, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഉത്ഭവിക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഈ ഒരു യോശുവായി മാറട്ടെ, ഒരു കാലേബായി മാറട്ടെ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്, യഹോവ എന്റെ കൂടെ ഉണ്ട്, യേശു കർത്താവ് എന്റെ കൂടെ ഉണ്ട്. അവൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാ. മരിച്ച ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം, മരിച്ച ദൈവമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാ. ഉയർത്തെഴുന്നേറ്റ ദൈവമാ, ഉയരത്തിൽ എനിക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന ദൈവമാ. അവൻ എന്നും ജീവിക്കുന്ന ദൈവമാ. നിന്റെ വിശ്വാസം അത് ഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ പടകിനകത്ത് ഉറങ്ങുന്ന യേശുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച ശിഷ്യന്മാരെ പോലെ കാറ്റിനോടും കടലിനോടും അമർച്ച ചെയ്യുവാൻ കൽപ്പിക്കുന്ന, ഒടുങ്ങുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലെ, നിനക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയാണ്. ഇനി മെസ്സേജിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ. യേശു കർത്താവ് നിന്നെ ഇന്ന് പകൽക്കാലം സ്പർശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ നിനക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.